പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഓർ സെക്കൻഡ് പോയിന്റിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യമേ അച്ഛൻ പറഞ്ഞിരുന്നു, ഉടമ്പടി ബേസിക്കായിട്ട് അൾട്ടിമേറ്റായിട്ട് സാന്നിധ്യത്തിൻ്റെ സംവിധാനമാണ്. ദൈവത്തിന് എപ്പോഴും ഉള്ള ഒരു കൊതിയാണ് നമ്മുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. ദൈവം പറഞ്ഞാലും തീരാതെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കും. നിൻ്റെ പുറകിൽ ഞാനുണ്ട്, നിൻ്റെ മുമ്പിൽ ഞാനുണ്ട്, എന്തെല്ലാമാണ് പറയണത്. അതൊക്കെ കേൾക്കുമ്പോൾ കണ്ണ് നിറയത്തില്ലേ? ബൈബിൾ വായിക്കുമ്പോൾ ദൈവസ്നേഹത്തോട് വായിക്കാൻ നോക്കണം. അല്ലാതെ അച്ഛൻ പറഞ്ഞ് അരമണിക്കൂർ വായിക്കാൻ, എന്നാൽ അച്ഛൻ പറഞ്ഞ് എവിടുന്ന് വായിക്കാൻ, എവിടുന്ന് വായിക്കാം, എവിടെയെങ്കിലും വായിക്കടി. അപ്പോൾ അങ്ങനെയല്ല, വായിച്ച് തീർക്കണവർ അരമണിക്കൂർ ആയതെന്ന് പറഞ്ഞ് വായിച്ചിട്ട് നോക്കേണ്ടൊരു കാര്യം. അപ്പോൾ ദൈവത്തിന് അറിയാം ചുമ്മാ കള്ളത്തരാണെന്ന് പറയാം. അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അരമണിക്കൂറായ ക്ലോക്ക് കഴുത്ത് നീട്ടി ഭിത്തിയായിട്ട് നോക്കിക്കൊണ്ടിരിക്കും. വേറെ കാര്യമുണ്ട്. ഇത് ദൈവസ്നേഹം. കാര്യം ദൈവം നിങ്ങളോട് സംസാരിക്കാൻ, നിങ്ങൾക്കറിയാമല്ലോ, ഈ വചനത്തിന് ഒരു ഇപ്പോൾ പണ്ടൊക്കെ ഈ കമ്പ്യൂട്ടറിലൊക്കെ വൈറസ് കയറുമ്പോൾ നമ്മൾ വേറെ ഒരു ആൻറ്റി വൈറസിൻ്റെ CD ഇട്ട് കൊടുക്കും. കമ്പ്യൂട്ടർ വൈറസ് കയറി കഴിഞ്ഞാൽ സ്റ്റക്കാകും, പ്രോഗ്രാമൊക്കെ ഡാമേജ് ആകും, ജാമാകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യും? നമ്മൾ ആൻറ്റി വൈറസിൻ്റെ CD വാങ്ങിച്ചിട്ട് ആ CD ഇട്ട് കൊടുക്കും. ഇപ്പോൾ മൈക്കലാഞ്ചലോ വൈറസ്, അവനാണ് ഇത്രയും നാൾ ഹാക്കിങ്ങിൻ്റെ പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന അയാളാണ്. അപ്പോൾ ആ വൈറസിന് പറ്റിയ CD ഉണ്ട് വരെ. അപ്പോൾ അതിട്ട് കൊടുക്കുമ്പോൾ ഈ CD അകത്ത് കയറിയിട്ട് കംപ്ലീറ്റ് ഇതിൻ്റെ അകത്തുള്ള മുഴുവനും ഈ വൈറസിനെ ന്യൂട്രലൈസ് ചെയ്യും. ഇതുപോലെ നമ്മുടെ അകത്തുള്ള ദൈവത്തിൻ്റെ എതിരും, നമ്മുടെ അകത്തുള്ള വിശ്വാസരാഹിത്യം, നമ്മുടെ അകത്തുള്ള ദൈവസ്നേഹക്കുറവ്, നമ്മുടെ അകത്തുള്ള അശുദ്ധി മുഴുവനും ന്യൂട്രലൈസ് ചെയ്യുന്നതിനാണ് ഈ വചനം വായിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അതാണ് വചനം വായിക്കുമ്പോൾ ഉദ്ദേശം. അല്ല അറിവ് നേടാനല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങളെ ന്യൂട്രലൈസ് ആയിരിക്കുന്നു എന്ന് വെച്ചാൽ അതല്ലേ 15:3 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. പറഞ്ഞ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ ഈ നമ്മളെ ശുദ്ധി എന്ന് പറഞ്ഞ വിശുദ്ധിയിൽ അത് ചില ദൈവത്തിന് നമ്മളതിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിക്കുകയാണ് നമ്മൾ ചെയ്യണം വചനം വായിക്കുന്നതിലൂടെ. ദൈവത്തിന് ഇപ്പം നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മുഴുവൻ കാട് പിടിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തള്ളി മാറ്റി പൂച്ച ഉണ്ടാ, പട്ടി ഉണ്ടാ, കുറുക്കനുണ്ടാ എന്നൊക്കെ അങ്ങോട്ട് ഇടുന്ന് നോക്കി എന്ത് സ്ലോ ആയിരിക്കും അല്ലേ? പക്ഷേ നാഷണൽ ഹൈവേയിൽ വന്ന് കൃപാസത്തിൽ ഇറങ്ങണമെന്ന് എന്ത് സ്പീഡാണ്. ഇതുപോലെ ദൈവത്തിനെയൊക്കെ പെട്ടെന്ന് പോയി ഇറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ റോഡ് റെഡിയാക്കണത്. അതാണ് വചനം വായന എന്ന് പറയുന്നത്. അരമണിക്കൂർ വചനം വായിക്കണം. അരമണിക്കൂർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അരമണിക്കൂറല്ലേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ പറയണത്. അഭിഷേകം കിട്ടിയാൽ എത്ര മണിക്കൂർ വേണമെങ്കിൽ വായിക്കാം. അത് ഏറ്റവും ഡിഫിക്കൽട്ട് ടൈമിലാണ് വചനം വായിക്കുമ്പോൾ പെട്ടെന്ന് കത്തണത്. നിങ്ങൾക്കറിയാം, വചനം നമ്മൾക്ക് പല കാലാവസ്ഥയിൽ വായിക്കാം. നമുക്ക് സന്തോഷമായിരിക്കുന്ന കാലത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് സ്ലോ പ്രോസസ്സിങ് ആയിരിക്കും. നമുക്കിപ്പോൾ ഭർത്താവ് നമുക്ക് 2 അടി വെച്ച് തന്നിട്ട് അയാൾ പോയി വെള്ളം അടിച്ച് വന്നിട്ട് പിന്നെ ഉടമ്പടി എടുത്തിട്ടും പോയി അയാൾ വെള്ളം അടിച്ച് ഈ പണ്ടാരത്തിൻ്റെ ആണ് ഈ കുടുംബം നശിപ്പിച്ച് തേച്ച് കഴുകുക. ഇയാൾ ചത്തെങ്കിൽ നമുക്ക് ഇയാളില്ലാതെ ഉടമ്പടി എടുക്കാൻ വരുന്നതെന്ന് പറയും. കാര്യം പൊറുതിമുട്ടിട്ട് പറഞ്ഞു പോണതാണേ. പുള്ളി വന്നിട്ടില്ല. ഇയാൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നീയെങ്കിൽ നീ കർത്താവേ ഈ മനുഷ്യനെ സ്നേഹിക്കാൻ എനിക്ക് അഭിഷേകം തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം, എന്നിട്ടിരുന്ന് വചനം വായിക്കണം. എല്ലാവരും വചനം വായിച്ചപ്പോൾ ദൈവം രക്ഷപ്പെടുത്തി എപ്പോഴാണെന്ന് അറിയാമോ? നിങ്ങളെ നിറഞ്ഞ കണ്ണോടി വായിച്ച കാലവും ചിരിച്ച ചിരിയോടെ വായിച്ച കാലവും 2 ഹാർവസ്റ്റിംഗ് ആണ്. ഒന്ന് 30 മേനിയും ഒന്ന് 60 മേനിയുമാണ്. നിറഞ്ഞ കണ്ണോടെ വചനം വായിച്ചതും ചിരിച്ചോണ്ട് സന്തോഷിച്ച് വചനം വായിച്ചതും 2 മേനിയാണ്. ചിരിച്ചോണ്ട് വായിക്കണം 30 മേനിയും, നിറഞ്ഞ കണ്ണോടെ വായിച്ചാൽ 60 മേനിയുമാണ്. വെച്ചാൽ അതായത് ഇപ്പം നീ രോഗിയായി, നീ കുറച്ച് കിടപ്പിലായെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് കിടപ്പിലാകണം നല്ലതാണ്.
അയ്യോ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ കിടപ്പിലായെന്ന് ചോദിച്ചില്ലേ? കിടപ്പിലായ വെച്ചാൽ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ കുറച്ച് ദൈവത്തിൻ്റെക്ക് അടുപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടിയെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഞാൻ 2.5 മാസമൊക്കെ ആശുപത്രി കിടന്നിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ 2.5 മാസം ഗവൺമെൻറ് ആശുപത്രി കിടന്നുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നമ്മൾക്കറിയാം, ബ്രദറായിരുന്ന സമയത്തും അച്ഛനായ സമയത്ത് പോലും ഞാൻ 1.5 മാസമൊക്കെ അച്ഛനായിട്ട് പോലും 1.5 മാസം ആശുപത്രി കിടന്നിട്ടുണ്ട്. ഈ മതിലകം ആശുപത്രിയിൽ അപ്പുറത്ത് മന്ദിരം ആശുപത്രി കിടന്നിട്ടുണ്ട്. അത് 1-2 ആഴ്ചയില്ലേ. അപ്പോൾ എന്ത് ബ്രോങ്കൈറ്റിസ് അഫക്ഷൻ ഇത് വന്നു കഴിഞ്ഞാൽ തൊണ്ട പഴുത്ത് ശ്വാസത്തിൽ കഫം കയറി കഴിഞ്ഞാൽ പിന്നെ ന്യൂമോണിയായി ടൈഫോയിഡ് വരെ എത്തി ചാകണവരെ എത്തിയിട്ടേ തിരിച്ചു വരത്തുള്ളൂ. അപ്പോൾ ഈ കാലങ്ങളിലെല്ലാം പ്രെയർ ചെയ്യും ശരിക്കും നമ്മൾക്ക്. അല്ലെങ്കിൽ എന്തുമാത്രം ഫോൺ വിളിയും, എന്തുമാത്രം ആൾക്കാർ നമ്മളെ മീറ്റിങ്ങിന് വിളിക്കുന്നത്, അവിടെ വിളിക്കണേ, ബിഷപ്പ് ഹൗസ് വിളിക്കണേ, നാട്ടിൽ വിളിക്കണേ, വെഞ്ചരിക്കാൻ വിളിക്കണേ, നമുക്ക് തന്നെ നമ്മളെ കിട്ടാനില്ല. പിന്നെയാണ് നമുക്ക് ദൈവത്തിന് നമ്മളെ കിട്ടണത്. നമുക്ക് തന്നെ നമ്മളെ കിട്ടണില്ല, പിന്നെ എങ്ങനെ ദൈവത്തിന് കിട്ടണത്? അപ്പോൾ നമ്മൾ പറയും സമയമില്ല എന്നൊക്കെ പറയും. പക്ഷേ ചില സമയത്ത് നമ്മൾ ആശുപത്രി കൊണ്ടുവിടും. അതിൻ്റെ അർത്ഥം എന്താണ്? നിനക്ക് ആവശ്യത്തിന് സമയം ഞാൻ എഴുതി തന്നിരിക്കണം എന്നാണ് പറയണത്. ഇനി കാര്യം ഒരിക്കലും ഒരു സംഭവം നടന്നു, അതൊക്കെ നിങ്ങൾ അറിയണം, നല്ലതായിരിക്കും തോന്നണത്. ഞാനിങ്ങനെ ഈശോ തന്നെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും എനിക്ക് നല്ല പനി കയറി, പൊണ്ടാരം പിടിച്ച പനി. അപ്പോൾ അന്ന് ആലുവയിൽ സ്റ്റേഷനിൽ നിൽക്കുകയാണ് ഞാൻ. എന്തോ സെമേരിയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ വ്യാഴാഴ്ചയാണ്. അപ്പോൾ അവിടെ നിന്ന് വ്യാഴാഴ്ചയാണ് ഈ ചീപ്പ് പൗഡർ സോപ്പൊക്കെ വാങ്ങിക്കണത്. അപ്പം അങ്ങനെ ഇറങ്ങിപ്പോയി. പക്ഷേ എനിക്ക് തിരിച്ച് സെമേരി പോകാൻ പറ്റുന്നില്ല. പനി തലക്ക് കൊണ്ട് എന്നിട്ട് സർവാംഗം വിറക്കുകയാണ്. വിറച്ച അവസാനം ഞാൻ ആ പ്രൈവറ്റ് ബസ്സിൽ തിരിച്ചു വരാൻ നേരത്ത് ആ ജനകീയ വടിയെ തൂങ്ങി നിൽക്കുകയാണ്. ഒക്കെ നല്ല ഇടിയാണ് ബസ്സിൻ്റെ അകത്ത്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ എവിടെയെങ്കിലും ഈ ബസ് പോണ റൂട്ടിൽ എവിടെയെങ്കിലും ആശുപത്രി ഉണ്ട്? അപ്പോൾ എന്നോട് പറഞ്ഞു അശോകപുരത്തുണ്ടെന്ന് പറഞ്ഞു. ഉടനെ ഞാൻ അശോകപുരത്തിലേക്ക് വണ്ടി ഇപ്പോൾ ആ റൂട്ടിൽ പോകണം. അപ്പോൾ സെമേരി കഴിഞ്ഞ് പിന്നെയും പോകണം, പെരുമ്പാവൂർ സൈഡിലേക്കാണ് പോകണം. അപ്പോൾ ആ സൈഡിലേക്ക് പോകണം. അപ്പോൾ ഞാൻ അവിടെ പോയി ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് സെമേരിലോട്ടൊന്നും വിളിച്ചില്ല. ബ്രദറാണെന്ന് മാത്രം കാഷ്വാലിറ്റി പറഞ്ഞ് അവിടെ അഡ്മിറ്റ് ചെയ്ത് ആരുമില്ല. കാര്യം ബോധമില്ലാത്ത കണ്ടീഷനാണ്. പിന്നെ അവർ ഇഞ്ചക്ഷനൊക്കെ തന്നെ കിടത്തി. ഞാൻ പിറ്റേ ദിവസം സെമേരിലോട്ട് വിളിച്ച്, അവിടെ ആർക്കും ഇവിടെ വന്ന് നിൽക്കാനൊന്നും പറ്റത്തില്ല. എൻ്റെ അമ്മയ്ക്ക് നാട്ടിൽ നിന്നും വരാൻ പറ്റത്തില്ല. കാര്യം അമ്മയ്ക്ക് ചെവി കേൾക്കാൻ പറ്റാത്ത കാരണം പുറത്ത് പോകത്തില്ല. അപ്പോൾ അതിനേക്കാൾ ഗതികേടാണ്. അപ്പോൾ കൂടെ നിൽക്കാൻ ആരുമില്ല. സെമേരിലാണെങ്കിൽ പരീക്ഷയുമാണ്. സെമിനാറിൽ പരീക്ഷ കാരണം അവരാർക്കും ഇവിടെ നിൽക്കാൻ പറ്റും. അപ്പം ഞാനും ഉണ്ട്, എൻ്റെ കട്ടിലും ഉണ്ട്. അപ്പോൾ എന്നോട് അവിടുത്തെ ഇൻഫർമേറ്റർ എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ചികിത്സിക്കണത് നമ്മളെ. അപ്പം സെമിനാറിൽ വരെ കൊണ്ടുവന്ന് തരണത്. അയാളാണ് ഇവിടെ നോക്കണം, പുതപ്പ് വേണം എന്നൊക്കെ ചോദിക്കണതും. അപ്പം ഞാൻ പറഞ്ഞ് കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ എടുത്തിട്ട് വരാൻ പറഞ്ഞു. കിങ് ജെയിംസ് വേർഷനാണ് ഏറ്റവും ടോപ്പ് ബൈബിള്, എംപാറ്റിക് റോയൽ ഇംഗ്ലീഷിൽ കിടക്കണം. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ആ ബൈബിൾ ഒന്ന് എടുത്ത് വരാൻ പറഞ്ഞു. അതേ ഞാൻ ചോദിച്ചോളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. ബ്രദർ ആ ബൈബിൾ തന്നിട്ട് ബ്രദർ പോയി. പനിയൊക്കെ എല്ലാവർക്കും നാട്ടിൽ വന്നതല്ലേ, അതൊന്നും അവർക്ക് പ്രശ്നമല്ല, എനിക്കും പ്രശ്നമല്ല. ആരും നിൽക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. കാര്യം ആരെയും ബുദ്ധിമുട്ട് നമ്മളെന്തിനാണ് കൂടെ നടത്തുന്നത്? ഞാൻ ഈ ടൈം മുഴുവനും ഒരു 72 മണിക്കൂർ പനിയുമായിട്ടുള്ള യുദ്ധമായിരുന്നു. 104 103 പനിക്ക് അഡ്മിറ്റ് ചെയ്തതാണ്. എന്നിട്ട് അവിടെ കിടന്ന് ഉള്ള ഓർമ്മയിൽ ഈ ബൈബിൾ മുഴുവനും വായിച്ച്, സെയിൻറ്റ് ജെയിംസ് വേർഷൻ ഇംഗ്ലീഷ് മുഴുവൻ വായിച്ച് 72 മണിക്കൂർ കൊണ്ട് അത് വായിച്ചു തീർത്ത്. പക്ഷേ ഇന്നും അതിൻ്റെ അഭിഷേകം എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഞാൻ അന്ന് തിയോളജിയിലോട്ട് പ്രവേശിച്ചിട്ടില്ല, ബിലോസൈ പഠിക്കുന്ന കാലമാണ്. അപ്പോഴേ ആ കാലത്താണ് ഇത് വായിച്ചിരിക്കണത്. അപ്പോൾ ഇത് വായിച്ചോടുകൂടി അന്ന് മുതൽ എനിക്ക് മനസ്സിലായി ഈ ബൈബിള് നമ്മൾ പറയണ പുസ്തകമല്ലെന്ന് മനസ്സിലായി. കർത്താവിനെ പഠിപ്പിച്ചതാണ് ശരിക്കും, എന്നെ മാറ്റി നിർത്തി പഠിപ്പിച്ചതാണ്. അതായത് ഇത് നമ്മൾ പറയുന്ന ഒരു അറിവ് തരണത് യേശുവിൻ്റെ ജീവചരിത്രമോ ഒന്നുമല്ല, അതൊക്കെ അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ അതിനേക്കാളെല്ലാം ഉപരി ഈ പ്രപഞ്ചത്തെ നയിച്ച് ഭരിക്കുന്ന ശക്തിയുടെ ശ്വാസനിശ്വാസങ്ങളാണ് നമ്മളെ ഇങ്ങനെ എംപവർ ചെയ്യണത്. അതിനാണ് അഭിഷേകം എന്ന് പറയുന്നത്. അപ്പോൾ ബൈബിൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ കിസ് ചെയ്യണം. എന്നിട്ട് ഇരുന്നുകൊണ്ട് ഇഷ്ടമുള്ള തുറന്ന് വായിച്ചാൽ മതി. ബൈബിളിനൊരു ഗുണമെന്ന് പറയണത് നീ വലത്തോട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ പിന്നെ ആ ടെക്സ്റ്റ് 30 എടുത്ത് 30 21 ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യെശയ്യാ 30:21 നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ പറഞ്ഞേ
നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പം കാണാത്ത ഇടങ്ങളിൽ നിന്ന് കിട്ടുന്ന, ഇപ്പോൾ നമുക്ക് പിന്നിൽ എന്ന് പറയുമ്പോൾ കാണാൻ പറ്റത്തില്ലല്ലോ അല്ലേ, മുമ്പിലാണ് കാണാൻ പറ്റും. അപ്പോൾ കാണാൻ പറ്റാത്ത ഇടങ്ങളിൽ നിന്ന് പിന്നെ റീസണബിൾ അല്ലാത്ത കാര്യങ്ങൾ, അതാണ് ബൈബിളിൽ പിന്നിലെന്ന് പറയുന്നതാണ്. അപ്പം യുക്തിപരമായിട്ട് നമുക്ക് കാണാവുന്നതും മനസ്സിലാക്കാവുന്നതൊക്കെ ഉണ്ട്. പക്ഷെ പിന്നിലെന്ന് പറയുമ്പോൾ നമുക്കൊരു യുക്തിയുമില്ല, നമുക്ക് കാണുന്നില്ല, നമുക്കവിടെ ഒരു ടാഞ്ചിബിളായിട്ട് യുക്തിസഹമായിട്ട് ഉള്ള ഒരു സ്പേസ് അല്ല. പിന്നിൽ നിന്നാണ് ഈ സ്വരം കേൾക്കണം. ചില സമയത്ത് നമ്മൾക്ക് ബുദ്ധിപരമായ നമ്മുടെ അറിവ്, മുന്നറിവ്, നമ്മുടെ അറിവ് എല്ലാം അതിൻ്റെ അപ്പുറത്ത് എപ്പോഴും ബൈബിളിൽ നിന്നും ദൈവത്തിന് ഒരു പിന്നുണ്ട്. എന്നുവെച്ചാൽ പുറകുവശം മനുഷ്യനെ കണ്ണോ കാതോ കൊണ്ട് കണ്ണോ കൊണ്ടോ കൈ കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ മനസ്സിലാക്കാത്ത ഒരു അഭവമായ അജ്ഞാതമായ കോണിൽ നിന്നുകൊണ്ട് ദൈവം നമ്മളോട് സംവേദിക്കും. അതിൻ്റെ അകത്ത് ഒരു സാധനമാണ് അതിനൊരു സംഭവമാണ് ബൈബിൾ എന്ന് പറയണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് പഠിച്ചവരോട് പറയുകയാണെങ്കിൽ അവർ ചിരിക്കും ഉടനെ. ബൈബിളിൽ നിന്ന് കർത്താവ് പറഞ്ഞെന്നൊക്കെയല്ലേ ആൾക്കാർ പറയണത്. ആൾക്കാരുടെ അനുഭവങ്ങൾ ഔദ്യോഗിക സഭയുടെ അനുഭവങ്ങളെക്കാൾ മുകളിലാണ് ഇപ്പോഴും. പക്ഷേ ഔദ്യോഗിക സഭയ്ക്ക് അത് അറിയത്തില്ല. ഞാനിപ്പോൾ അച്ഛനായ കാലം മുതൽ 38 കൊല്ലം മുതൽ 37ാമത്തെ കൊല്ലം മുതൽ ജനങ്ങളുടെ കൂടെയാണ്. അപ്പോൾ ജനങ്ങളുടെ ആധ്യാത്മിക അനുഭവങ്ങളെക്കുറിച്ച് എനിക്ക് നല്ല ധാരണയാണ്. അപ്പോൾ ആധ്യാത്മിക അവരുടെ സിമ്പിളായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് അനുഭവങ്ങളാണ് ജനങ്ങൾക്കുള്ളത്. സിമ്പിളാണ്, പക്ഷേ കോംപ്ലിക്കേറ്റഡ് അനുഭവങ്ങളാണ് ഉള്ളത്. ഈ അനുഭവ തലങ്ങളെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബുദ്ധി നമ്മൾ അഡ്ഹിയർ ചെയ്യേണ്ടി വരും. അത് അക്കാഡമിക് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഈ ജന്മത്തിൽ പറ്റത്തില്ല. അതാണ് സഭയെ ദൈവം നയിച്ചത് എല്ലാം. ഈ കഴിഞ്ഞ 500 കൊല്ലത്തെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വിൻസെൻ്റ് ഡി പോൾ അതൊരു ലേമനാണ് തുടങ്ങിയത്, സഭയെ നയിച്ചത്. അതുപോലെ തന്നെ നമ്മളുടെ ഇതില്ലേ BCC, അതും തുടങ്ങണത് അൽമേര തുടങ്ങിയത്, അല്ലാതെ സിനഡല്ല തുടങ്ങിയത്, അൽമേര തുടങ്ങിയത്. അപ്പോൾ അൽമേരയുടെ ദൈവാനുഭവങ്ങൾ 500 കൊല്ലത്തെ ദൈവാനുഭവങ്ങളെന്ന് പറയുമ്പോൾ സഭയെ നയിച്ച ഒരു അണ്ടർലൈൻ ചൈതന്യത്തിലൂടെ ദൈവം സഭയെ ശക്തമായി നയിക്കുന്നത്. കരിസ്മാറ്റിക് മൂവ്മെൻറ്റ് ആരാണത്? അത് എന്തെങ്കിലും ഒരു സിനഡ് കൂടിയിട്ട് തീരുമാനിച്ചതാണ്? അല്ല, അതൊരു ലേമാൻ മൂവ്മെൻറ്റാണ്. സഭയെ നവീകരിച്ച ശക്തിപ്പെടുത്തിയ എല്ലാ മൂവ്മെൻറ്റുകളും നമ്മുടെ ജ്ഞാനസ്ഥാനത്തിൻ്റെ പിൻബലത്തിൽ ദൈവം അൽമേരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവം തുടങ്ങി വെച്ച ദൈവത്തിൻ്റെ സ്വന്തം സംരംഭങ്ങളാണ്. അതിലൂടെയാണ് സഭ ഇത്രയും നാൾ നയിച്ച് ഭരിച്ച് പോന്നിരിക്കുന്നത്. നമ്മൾ നോക്കിയാൽ മതി, ഓരോ ചരിത്രങ്ങളെടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഈ സാധാരണ മനുഷ്യൻ്റെ ദൈവാനുഭവങ്ങളും സാധാരണ മനുഷ്യൻ സഭയെ പണിതുയർത്താൻ വേണ്ടി ദൈവം പാവപ്പെട്ടവനെ ഉപയോഗിച്ചതും നോക്കാനാണെങ്കിൽ നമ്മൾക്ക് ഇനിയും ഭയങ്കര പ്രത്യാശയ്ക്ക് വകയുണ്ട്. കാര്യം ഇനിയും ദൈവം നിങ്ങളെ ഉപയോഗിക്കും. കാരണം നിങ്ങളിലൂടെ കേൾക്കുന്ന ദൈവാനുഭവങ്ങളും ദൈവാനുഭവത്തിൻ്റെ ഓരോ വ്യത്യസ്തങ്ങളായ അനുഭൂതികളും ആന്തരിക ബോധ്യങ്ങൾക്ക് പറ്റിയ സാക്ഷ്യവും സാക്ഷ്യത്തിന് പറ്റിയ വേദസാക്ഷ്യമോ രക്തസാക്ഷ്യമോ എന്തു തന്നെ ആയാലും സഭയെ എംപവർ ചെയ്യുന്നതിന് വേണ്ടി അറിവിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് അഭിഷേകമെന്ന് പറയുന്ന ബൈബിള് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്നെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി എന്നെ വിശുദ്ധ ഗ്രന്ഥങ്ങള് പാരായണം ചെയ്യുന്നതിനായി അങ്ങനെക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ. വചനം സ്നേഹത്തോടെ വായിച്ച് അഭിഷേകം പ്രാപിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യവചനം, നിത്യവചനം, മണ്ണിൽ രക്ഷയേകും തിരുവചനം. സത്യവചനം, നിത്യവചനം, മണ്ണിൽ രക്ഷയേകും തിരുവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഇന്നലെയും ഇന്നും എന്നെന്നും ജീവിക്കുന്ന ദിവ്യവചനം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് അഞ്ജന ഡേവിസ്. തൃശ്ശൂർ ഒളരിക്കര എടവക സ്വദേശിയാണ്. ചെന്നൈയിലാണ് താമസം. എൻ്റെ അമ്മ സ്ഥിരമായി കൃപാസനത്തിൽ വരികയും ഉടമ്പടി എടുക്കുകയും അമ്മ മാതാവിൽ ഒരുപാട് വിശ്വാസമുള്ള വ്യക്തിയാണ് എൻ്റെ അമ്മ. അപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് കൃപാസന അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്, വരാൻ പറയാറുണ്ട്. പക്ഷെ എനിക്കധികം വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഞാൻ 4 വർഷം കഴിഞ്ഞിട്ടാണ് ഗർഭിണിയാവുന്നത്. എല്ലാം വളരെ നന്നായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 3-ാം മാസം സ്കാനിൽ കുഞ്ഞിന് ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു, സ്കാൻ ചെയ്തുകൊണ്ടിരിക്കെ തന്നെ. എന്നിട്ട് അത് കൺഫേം ചെയ്യാൻ വേണ്ടി അപ്പോൾ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ ആ റിസൾട്ടിലുണ്ടായിരുന്നത് എൻ്റെ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം പോസിറ്റീവാണ്. അപ്പോൾ വൈകല്യമുള്ള ഒരു കുഞ്ഞാണ് ജനിക്കാൻ പോകുന്നത് എന്നുള്ളത് അവർ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നെയും എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ഇത് വളരെ വിഷമമുള്ളൊരു കാര്യമായിരുന്നു. ഞങ്ങൾക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് മാനസികമായി ഞങ്ങൾ തളർന്നു പോയി എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെ ഈ റിസൾട്ട് കിട്ടിയ അന്ന് രാത്രി ഞങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഓൾറെഡി ഈ സ്കാൻ ചെയ്ത ഡോക്ടർ അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡോക്ടറിന് ഇങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ നമുക്ക് അഡ്വൈസ് തന്നത് നിങ്ങൾ അബോർഷൻ ചെയ്യുമായിരിക്കും നല്ലത്, കാരണം വൈകല്യമുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടീനെ നിങ്ങൾ ആജീവനാന്തം ഒരു സ്പെഷ്യൽ ചൈൽഡ് പോലെ വേണം വളർത്താനായിട്ട്. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, അത് എങ്ങനെയായിരിക്കും പുറത്തേക്ക് വരാം എന്ന് പോലും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഡോക്ടർ നമ്മുടെ അടുത്ത് വിശദീകരിച്ച് തന്നത്. അപ്പോൾ അബോർഷനാണ് അവർ സജസ്റ്റ് ചെയ്ത ഏറ്റവും നല്ലൊരു മാർഗം എന്നുള്ളത്. പക്ഷേ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും അത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ആ ടേബിളിൽ ഇരുന്നുകൊണ്ട് ആ നിമിഷം തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ഞങ്ങൾക്ക് എന്തായാലും അബോർഷൻ ചെയ്യാൻ സാധിക്കില്ല, ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് നേടിയൊരു കുഞ്ഞാണ്, ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത്. എൻ്റെ ഹസ്ബൻഡും അതേപോലെ തന്നെ സ്ട്രോങ് ആയി പറഞ്ഞു, ഞങ്ങൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നതെന്ന്. അപ്പോൾ ഡോക്ടർ വീണ്ടും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇതിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ നിങ്ങൾ ആലോചിക്കുക, എന്നിട്ട് മതി തീരുമാനം എന്നൊക്കെ. അപ്പോൾ ആ ടേബിളിലിരുന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞ ഒറ്റൊരു വാചകം ഇതാണ്: എൻ്റെ ദൈവം പൂർണ്ണനാണ്, അദ്ദേഹം സൃഷ്ടിക്കുന്ന എൻ്റെ കുഞ്ഞും പൂർണ്ണനായിരിക്കും എന്നുള്ളത്. ഇനി ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഞങ്ങളുടെ അടുത്ത് നടത്തരുത് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഡോക്ടറിന് ഇങ്ങനത്തെ ഒരു വിശ്വാസം ഞാൻ ക്രിസ്ത്യാനികളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നുള്ളത്. പക്ഷേ എൻ്റെ മനസ്സ് തീർത്തും തകർന്നൊരവസ്ഥയിലായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞുവെങ്കിലും പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ടായിരിക്കാം. പക്ഷേ തീർത്തും തകർന്നൊരവസ്ഥയിലായിരുന്നു. ഇനി എന്തായിരിക്കും ഒന്നും എനിക്കറിയില്ല. അങ്ങനെ അന്ന് രാത്രി തിരിച്ചു വന്ന് പിറ്റേ ദിവസം രാവിലെ എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ ഫോണിലാണ് പറയുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ പൊട്ടിക്കരഞ്ഞ് പറയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. ഞാനാണ് പറയണേ, നിൻ്റെ അമ്മയാണ് ഞാനാ പറയണേ. നീ അമ്മ മാതാവിൻ്റെ അടുത്ത് കൃപാസനത്തിൽ പോകും, സാക്ഷ്യം പറയുന്നത് ഇപ്പം തന്നെ നീ നേർന്നോ, നിൻ്റെ കുഞ്ഞിന് ഒരു പ്രശ്നവും വരില്ല എന്നുള്ളത്. ആ നിമിഷം എൻ്റെ മനസ്സ് പൂർണ്ണമായും ആ ഒരു തുറവി എന്ന് പറയില്ലേ, എന്തോ ഒരു ബ്ലോക്കായിരുന്നു എനിക്ക് അമ്മ മാതാവിലേക്ക് വരാനും കൃപാസനവും ഇതെല്ലാം എനിക്കൊരു ബ്ലോക്കായിരുന്നു. ഞാൻ സ്ഥിരമായി കേൾക്കുന്നൊരു കാര്യമാണെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് അമ്മ മാതാവ് ഒരു പക്ഷേ എനിക്ക് ആ സ്വീകാര്യത എൻ്റെ മനസ്സിന് നൽകിയത്. എൻ്റെ മനസ്സ് ആ നിമിഷം തുറന്നു. പൂർണ്ണമായും ഇതാണ് എൻ്റെ സൊല്യൂഷൻ, ഇവിടെ എനിക്ക് എന്തൊരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്ക് ആ നിമിഷം വന്നു. എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസവും സമാധാനവും വന്നു. ആ നിമിഷം മുതൽ ഞാൻ എൻ്റെ ഗർഭാവസ്ഥയെ, എൻ്റെ കുഞ്ഞിനെ പൂർണ്ണമായി ഞാൻ അമ്മയ്ക്ക് വിട്ടുകൊടുത്തു. പക്ഷെ അന്ന് മുതൽ എനിക്ക് കൃപാസനത്തിൽ വരണം എന്നൊരൊറ്റ ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ. അതുവരെ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു, ഞാൻ വന്നില്ല, പ്രാർത്ഥിച്ചില്ല, ഒന്നുമില്ല. പക്ഷെ അതിനുശേഷം ഞാൻ ചെന്നൈയിലാണുള്ളത്. അതിനുശേഷം എങ്ങനെയെങ്കിലും എനിക്ക് അമ്മ മാതാവിൻ്റെ അടുത്ത് എത്തിയാൽ മതി, എൻ്റെ കുഞ്ഞിനെ നേരിട്ട് വന്ന് എനിക്ക് അമ്മ മാതാവിന് സമർപ്പിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു. അപ്പം അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശ്വാസ പ്രമാണം എപ്പോഴും ചൊല്ലും, ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ജനുവരി 10-നാണ് ഞാൻ നേരിട്ട് ചെന്നൈയിൽ നിന്ന് ആലപ്പുഴയിലേക്ക് നേരിട്ട് ഇവിടെ വന്ന് ഇറങ്ങി. ഇവിടെ വന്ന് ജനുവരി 10, 2020 ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. ഇതേ സ്ഥലത്ത് അവിടെ ഇരുന്നുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. ഞാനൊന്നും പ്രാർത്ഥിച്ചില്ല, കരച്ചിൽ മാത്രമായിരുന്നു. കരഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഇരുന്നിരുന്നത്, വേറെ ഒന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ അമ്മ മാതാവിനെ ഞാൻ അന്ന് ഇവിടെ ഇരുന്ന് പൂർണ്ണമായിട്ടും എൻ്റെ കുഞ്ഞിനെ, ഉദരത്തിലുള്ള എൻ്റെ കുഞ്ഞിനെ, ഇനി നിൻ്റെ കുഞ്ഞാണ് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാനിവിടുന്ന് പോയത്. ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയണം, എനിക്ക് പൂർണ്ണമായ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ, ഒരു തരി കുറവ് പോലും ഇല്ലാത്തൊരു കുഞ്ഞിനെ എനിക്ക് തന്നേ പറ്റൂ. നിനക്കത് സാധിക്കുമെന്ന് എല്ലാവരും പറയുന്നു, ഞാനും ഇപ്പോൾ വിശ്വസിക്കുന്നു, എനിക്ക് തന്നേ പറ്റൂ എന്ന് ഞാൻ ഉറച്ച് പ്രാർത്ഥിച്ചിട്ട് കുഞ്ഞിനെ ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഈ ഉടമ്പടിയിലുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ നിർവഹിക്കാൻ അമ്മ മാതാവ് എനിക്ക് വലിയ കൃപ തന്നു. അതെൻ്റെ കഴിവല്ല, ഗർഭാവസ്ഥയാണ്. പക്ഷേ എങ്കിലും എനിക്ക് പൂർണ്ണമായി അത് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ പള്ളിയിലെ എല്ലാ പ്രാവശ്യം കുർബാനയും ഇംഗ്ലീഷ് മാസിനും ഞാൻ പോകും, തമിഴ് മാസിനും ഞാൻ പോകും. അത് കഴിഞ്ഞ് അവിടെ നിന്നിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഞാൻ ഈ പേപ്പർ കൊടുക്കായിരുന്നു. എനിക്കിതെല്ലാം വളരെ മടിയുള്ളൊരു കാര്യമായിരുന്നു, എനിക്കിതൊന്നും ഇഷ്ടമല്ലായിരുന്നു പണ്ട്. പക്ഷേ ഇതെല്ലാം എനിക്ക് പൂർണ്ണമായി ചെയ്യാനുള്ള കൃപ അമ്മ മാതാവ് എനിക്ക് തന്നു. എൻ്റെ ഓഫീസിലായാലും ഒരാൾ എൻ്റെ അടുത്തൊരു വിഷമോ സങ്കടമോ പറയുമ്പോൾ ഞാൻ അപ്പോൾ തന്നെ ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബാഗിൽ അപ്പോൾ തന്നെ ഈ പേപ്പറൊക്കെ എടുത്ത് കൊടുക്കും. ക്രമേണ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ കുഞ്ഞിനേക്കാൾ ഉപരി അമ്മ മാതാവിന് എന്നിലൂടെ ഒരുപാട് പേർക്ക് അമ്മ മാതാവിനെ എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു പ്രോസസ്സിലൂടെ എനിക്ക് ലഭിച്ചു.
അതിനുശേഷമാണെങ്കിലും പലപ്പോഴും മനസ്സിലൊരു പതർച്ച വരും. എങ്ങാനും ഇങ്ങനെയാവോ അങ്ങനെയാവോ എന്നൊക്കെ ചിന്തിക്കുമ്പോഴെല്ലാം ഞാനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതെങ്കിലും എൻ്റെ ഹസ്ബൻഡിന് എന്നേക്കാൾ കൂടുതൽ വിശ്വാസമായി. അപ്പോൾ അദ്ദേഹം പറയുന്നില്ല, നമുക്ക് പൂർണ്ണ ആരോഗ്യമുള്ള നല്ല കുഞ്ഞിനെ എന്നെ കിട്ടും, നീ അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുന്നതല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നതല്ലേ. അപ്പോൾ അദ്ദേഹത്തിൽ ആ ഒരു വിശ്വാസം എനിക്ക് കണ്ടു. അതേപോലെ തന്നെ കുടുംബ പ്രാർത്ഥന കൃത്യമായി ഞങ്ങൾ ചെല്ലുമായിരുന്നു, പ്രത്യക്ഷീകരണ എല്ലാ പ്രാർത്ഥനകളും ചെല്ലുമായിരുന്നു. എൻ്റെ അപ്പ വിശ്വാസിയാണ്, പക്ഷേ അങ്ങനെ കുടുംബ പ്രാർത്ഥനയിൽ വലിയ വിശ്വാസമോ കുർബാനയിൽ വലിയ വിശ്വാസമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ബൈബിൾ വായിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ അപ്പ ഒരുപാട് പ്രാർത്ഥനയിലേക്ക് വന്നു. ബൈബിൾ ആദ്യമായിട്ട് വായിക്കുന്നത് ഞാൻ അതിന് ശേഷം കണ്ടു. കൃത്യമായൊരു ചിട്ട, പ്രാർത്ഥനയിലൊരു ചിട്ട ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു. ഇതെല്ലാം ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആ ഒരു വിശ്വാസവും ചൈതന്യം എല്ലാം ക്രമേണ കൂടി വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ടെൻഷൻ കുറഞ്ഞു. കാരണം അതിനപ്പുറം വലിയൊരു ശക്തിയുടെ കയ്യിലാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊടുത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴെല്ലാം എനിക്ക് മനസ്സിന് ഭയങ്കര ശാന്തതയായിരുന്നു. അങ്ങനെ 8-ാം മാസം, കാരണം ആ സമയത്ത് കൊറോണ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് 7-ാം മാസം സ്കാൻ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് വൈകി 8-ാം മാസമാണ് സ്കാൻ ചെയ്തത്. അപ്പോൾ ആ സ്കാനിൽ കുഞ്ഞിൻ്റെ കിഡ്നിക്ക് ഒരു പ്രോബ്ലം ഉണ്ട്, വീർമതയുണ്ട്, ട്യൂബിനും ചെറുതായിട്ട് വീർമതയുണ്ട്. അതുകൊണ്ട് യൂറിൻ പാസ് ചെയ്യുന്ന അവസ്ഥ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, കുഞ്ഞ് പുറത്തേക്ക് വന്നാലേ പറയാൻ പറ്റുള്ളൂ, ഇപ്പോഴത്തേക്കൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഞങ്ങൾ പറയുകയാണ് എന്ന് പറഞ്ഞ് അതും ഒരു ടെൻഷനായിരുന്നു. അതുപോലെ പ്രസവ സമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല, നാട്ടിൽ വരാനായിരുന്നു പ്ലാൻ. അവിടെയെല്ലാം അമ്മമാരുടെ വലിയൊരു ക്രമീകരണം ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞാൽ എത്രമാത്രം അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അതിലൂടെ കടന്നുപോയ എനിക്ക് അറിയാം അത് അമ്മമാതാവിൻ്റെ കരമാണ് അവിടെ എല്ലാം പ്രവർത്തിച്ചത് എന്നുള്ളത്. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴും സ്ഥിരമായി സാക്ഷ്യങ്ങൾ കാണുമായിരുന്നു. പ്രാർത്ഥിക്കാൻ എപ്പോഴും കരച്ചിലാണ്. അപ്പോൾ കൂടുതൽ ജോലി കഴിഞ്ഞ് വന്നല്ല, ജോലിയുടെ ഇടയിലാണെങ്കിലും ഞാൻ എപ്പോഴും സാക്ഷ്യം കേൾക്കുമായിരുന്നു. അപ്പോഴെല്ലാം എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഞാനൊരു വിശ്വാസത്തിലെ ഒരു 2 അടി പിന്നിലേക്ക് പോകുമ്പോഴായിരിക്കും അമ്മ മാതാവ് എനിക്ക് ചേർന്ന ഒരു സാക്ഷി എനിക്ക് ഇട്ടുതരും. അപ്പോൾ എൻ്റെ വിശ്വാസം ഒരു 4 മടങ്ങ് വർദ്ധിക്കും. അപ്പോൾ ഈ സാക്ഷ്യങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ സാക്ഷ്യം പറയാൻ പോലും എനിക്ക് പറ്റുമെന്ന് പോലും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എന്തിനിപ്പോൾ സാക്ഷ്യം പറഞ്ഞിട്ട് നമുക്ക് നേരിട്ട് പറഞ്ഞാൽ പോലെ എന്നൊക്കെ. പക്ഷേ ഈ ഓരോ സാക്ഷ്യം ഞാൻ ഓഫീസിലിരുന്ന് കേൾക്കുമ്പോൾ വളരെ മനസ്സ് പതറുന്ന സമയത്ത് ഈ ഒരു സാക്ഷ്യം തരുന്ന ഒരു എനർജി, ആ ഒരു വിശ്വാസത്തിൻ്റെ 10 മടങ്ങാണ് എൻ്റെ മനസ്സിൽ വന്ന് നിറയാറ്. അപ്പോൾ തൊട്ട് ഞാൻ ആഗ്രഹിക്കായിരുന്നു എനിക്കിതുപോലെ ഒരു സാക്ഷ്യം പറയണം, ആഗ്രഹിച്ച് സാക്ഷ്യം പറയണം, വെറുതെ അല്ല ആഗ്രഹിച്ച് സാക്ഷ്യം പറയണം എന്നുള്ളത്. പിന്നെ 9-ാം മാസത്തിൽ ഇപ്പോൾ കുട്ടിയുടെ തല തിരിയുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനത്തെ കുട്ടികളിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും, തല ചിലപ്പോൾ വലിപ്പം കൂടുതലായിരിക്കും, കാലിന് നീളം കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഉള്ളതാണ്. പിന്നെ ത്രൂ ഔട്ട് നമ്മൾ സ്കാനും ഇതിന് ട്രീറ്റ്മെൻറ്റൊക്കെ പോകുമ്പോൾ ഈ ഡോക്ടേഴ്സ് എല്ലാവരും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ റിസ്ക് എടുത്തത്, ലൈക്ക് നിങ്ങൾക്ക് എന്തിനാണ് അതിൻ്റെ ആവശ്യം, നിങ്ങൾക്ക് അബോർഷൻ ചെയ്താൽ പോരെ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നിരുന്നു. പക്ഷെ അതെല്ലാം നമുക്കത് ഏഷാദിയായി. കാരണം അവിടെയെല്ലാം മാതാവിൻ്റെ വലിയൊരു ശക്തി, ഇടപെടൽ, വിശ്വാസം ഇതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ആ ദിവസം എത്തി. എനിക്ക് പൂർണ്ണ ആരോഗ്യമുള്ള, ഒരു തരി കുഴപ്പം പോലില്ലാത്ത ഏറ്റവും നല്ലൊരു മകനെ എനിക്ക് അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് അടക്കം പറഞ്ഞു നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു വിശ്വാസം നമ്മൾ കണ്ടിട്ടില്ല. അവരെന്നെ വേറെ പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, അവർ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുമായിരുന്നു, നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ സാധിച്ചു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമ്മുടെ റിസ്ക് അല്ല, അതെനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട്. ഈ ഒരു കൃപയും അനുഗ്രഹവും എല്ലാം തന്നിട്ടുള്ളത് എനിക്ക് അമ്മ മാതാവാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും ഞാൻ ആലോചിക്കും എന്തുകൊണ്ട് കൃപാസനം എന്നുള്ളത് നമ്മളെപ്പോഴും പറയും, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, എല്ലാത്തിനും നമ്മൾ ഹാർഡ് വർക്ക് കേൾക്കാറുണ്ട്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് ഒരു ഹാർഡ് വർക്ക് എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷേ ആ ഹാർഡ് വർക്കാണ് കൃപാസനത്തിൽ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ പ്രാർത്ഥിക്കണം. ഞാൻ 5:30 നേരത്തെ രാവിലെ 5:30 നിറവയറായിട്ട് ഞാൻ മുട്ടുകുത്തി നിന്ന് കൊന്തെത്തിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. ഇപ്പോൾ ഓർമ്മയുണ്ട്, വെയിറ്റ് കാരണം എൻ്റെ 2 മുട്ടും 2 സൈഡിലേക്ക് പോകും, വീണ്ടും നിൽക്കും. പക്ഷേ അതെല്ലാം ഒരു ഹാർഡ് വർക്കാണ്. ആ ഹാർഡ് വർക്കിൻ്റെ വലിയ കൃപയാണ് അമ്മ മാതാവ് എനിക്ക് തന്നത്. എൻ്റെ ഈശോ എനിക്ക് അമ്മ മാതാവിലൂടെ നേടിത്തന്ന വലിയ കൃപയാണ് എൻ്റെ മകൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ അത്ഭുതമാണ്. എൻ്റെ ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ അത്ഭുതമാണ് ഇന്ന് എൻ്റെ മകൻ. ഒരു കുഴപ്പമില്ലാതെ, കിഡ്നിക്കും കുഴപ്പമില്ല, യാതൊരു പ്രശ്നമില്ലാത്ത നല്ലൊരു മകനെ എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു അനുഗ്രഹം കൂടി ഞാൻ പറയുകയാണ്. എൻ്റെ ഹസ്ബൻഡിന് നിരന്തരമായി 4 വർഷമായിട്ട് നിരന്തരമായി കടുത്ത തലവേദന, അതും രാത്രി മാത്രമേ വരും. 1:30-2 മണി നേരത്ത് ഒരു 3 പ്രാവശ്യം ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ആ നേരത്ത് കൊണ്ടുപോയിട്ടുണ്ട്. വേറെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണ്, പെയിൻ കില്ലേഴ്സ് ഇഞ്ചക്ഷനൊക്കെ കൊടുത്തിട്ട് ആ ഹെഡേക്ക് പോകും. പക്ഷേ പിന്നീട് ഞങ്ങൾ CT MRI എല്ലാം ചെയ്തു, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇത് വരുന്നു ആർക്കൊരു ഉത്തരം അതിനുണ്ടായിരുന്നില്ല. പക്ഷേ കടുത്ത തലവേദനയായിരുന്നു. ആൾ തലയോണയൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടിച്ചൊക്കെ കിടക്കുമായിരുന്നു. ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്, എന്തുകൊണ്ട് വരുന്നു എന്നറിയില്ല. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കും. ഇങ്ങനത്തെ ഒരു തലവേദന വന്നപ്പോൾ ഞാൻ ഉടമ്പടി തൈലം അദ്ദേഹത്തിന് നെറ്റിയിൽ വരച്ച് പ്രാർത്ഥിച്ചു. ആദ്യം ഒരു ജപമാല ചെല്ലി. അപ്പോൾ എനിക്ക് ഉറച്ച വിശ്വാസമാണ് ഈ തലവേദന മാറും എന്നുള്ളത്. ഒരു കൊന്ത ചെല്ലിക്കഴിഞ്ഞു, 2ാമത്തെ കൊന്ത തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹം പതുക്കെ ഉറങ്ങി. ഇന്നിപ്പോൾ 2.5 വർഷമായി ഇതേവരെ അദ്ദേഹത്തിന് ആ തലവേദന വീണ്ടും ഉണ്ടായിട്ടില്ല. അതും ഞാൻ നേരിട്ട് അനുഭവിച്ച ഒരു രോഗ സൗഖ്യമാണ്. എൻ്റെ അമ്മ മാതാവ് ഞങ്ങൾക്ക് തന്ന രോഗസൗഖ്യമാണ്. താങ്ക് യു.